ഹായ് ഹലോ. നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടതിന് ശേഷമാണ് ബാംഗ്ലൂർ ചിക്പേട്ട് മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ചിക്പേട്ട് മാർക്കറ്റിലേക്ക് പോവാണ്. മാർക്കറ്റിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇനി മുതൽ ഇതുപോലുള്ള വീഡിയോ നമുക്ക് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നമ്മൾ പോകുന്ന വഴികളിൽ നമുക്ക് പകർത്തിയെടുക്കാൻ പറ്റുന്ന ദൃശ്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ. അപ്പോൾ മാർക്കറ്റിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബാംഗ്ലൂരിലേക്ക് പോവാം. അവിടെ നിന്ന് നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഓട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ അവർ ക്യാമറ യൂസ് ചെയ്യുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും. മെയിനായിട്ട് സൺഡേ ആണ് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ സൺഡേ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള തിരക്കുണ്ടാവും. ഓക്കെ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ വാങ്ങാൻ കിട്ടും. അതിൻ്റെ വിലയും മിക്കവാറും അവർ പുറത്തന്നെ വെച്ചിട്ടുണ്ട്. ഡ്രസ്സ് ഐറ്റംസ്, അതുപോലെ തന്നെ നമുക്ക് കളിപ്പാട്ടങ്ങൾ, ബുക്കുകൾ, അങ്ങനെ ഒരുപാട് നമുക്ക് ഒരുപാട് ടൂളുകൾ നമുക്കവിടെ വാങ്ങാൻ കിട്ടും എന്നുള്ളതാണ്. സെക്കൻഡ്സിലും കിട്ടും, ഫസ്റ്റിലും കിട്ടും. വളരെ ചീപ്പ് റേറ്റ് മാത്രമേ അതിന് വില വരുന്നുള്ളൂ. ഓക്കെ. ബ്രാൻഡഡ് ഷൂകൾ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിന് എടുക്കുക, നോക്കിയെടുക്കുക. നിങ്ങൾ അവരോട് വില പേശി വാങ്ങിക്കുക എന്നുള്ളതാണ്. പിച്ചള, വിളക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ അതിപ്പോൾ നാട്ടിൽ കിട്ടുന്നതിൻ്റെ വളരെ കുറഞ്ഞ റേറ്റിന് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ ഹെവി വാഹനങ്ങളുടെ ടൂളുകളും അവിടെ അവൈലബിൾ ആണ്. അത് മിക്സി, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ നടന്ന് വിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. വെറൈറ്റി ആയിട്ടുള്ള ക്ലോക്കുകളും ഹെഡ്ഫോൺസും, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒറിജിനലും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റും, അതുപോലെ പഴയതും പുതിയതും എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റാണ്. നിങ്ങൾ ഒരു തവണ വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ട് വരുന്ന സാധനം, ആ സാധനത്തിൻ്റെ ഇവിടെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചെറിയ റേറ്റിന് നിങ്ങൾക്കത് ബൾക്കായിട്ട് വാങ്ങിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാർക്കറ്റ് ഒന്ന് സന്ദർശിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഭയങ്കര തിരക്കുള്ളൊരു മാർക്കറ്റാണ്. വിലപിടിപ്പുള്ള സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഭദ്രമായിട്ട് സൂക്ഷിച്ചതിന് ശേഷം മാത്രം മാർക്കറ്റിലേക്ക് പോവാം. കുറച്ച് ദൃശ്യങ്ങളേ ഉള്ളൂ. ഇനി നമുക്ക് വരുന്ന വീഡിയോസിൽ കുറച്ചും കൂടി ഒന്ന് ഉഷാറാക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ.